നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ അതിക്രമം. 2 പേർ പിടിയിൽ. ശൂർനാട് തെക്ക് ഇരവിച്ചിറ കിഴക്ക് സ്വദേശി സവാദ്, ആനേടി സ്വദേശി ആദിത്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പുനലൂരിൽ ദേശീയപാത ഉപരോധിച്ചു. സമരം ചെയ്ത പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തെന്മല ഇടമണ്ണിൽ പലചരക്ക് കടയിൽ മോഷണം. പണവും കുരുമുളകും കൊട്ടപ്പാക്കും കവർന്നു. സംഭവത്തിൽ 4 പേരെ പോലീസ് പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ അതിക്രമം. 2 പേർ പിടിയിൽ. ശൂർനാട് തെക്ക് ഇരവിച്ചിറ കിഴക്ക് സ്വദേശി സവാദ്, ആനേടി സ്വദേശി ആദിത്യൻ എന്നിവരെയാണ് ശൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ സവാദ് കാപ്പ കേസിൽ ഉൾപ്പെടെ പ്രതിയാണ്. കഴിഞ്ഞ 8-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ശൂർനാട് വടക്ക് ആനയടി കാവിന്റെ മേലേത്തിൽ വീട്ടിൽ ആദിത്യൻ എന്നിവരെയാണ് ശൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ സവാദ് വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയും കാപ്പ നിയമപ്രകാരം നാട് കടത്തപ്പെട്ടിട്ടുള്ള വ്യക്തിയുമാണെന്ന് പോലീസ് പറഞ്ഞു. സ്കൂളിൽ നിന്നും ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയെ ബൈക്കിൽ ചുറ്റിത്തിരിയുകയായിരുന്ന യുവാക്കൾ വിജനമായ സ്ഥലത്ത് വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പെൺകുട്ടി ബഹളം വെച്ചതോടെ പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെട്ടു. കഴിഞ്ഞ 3 ആഴ്ചയായി പോലീസ് പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു. ശൂർനാട് പോലീസ് സ്റ്റേഷൻ SHO ജോസഫ് ലിയോൺസിന്റെ നേതൃത്വത്തിൽ SI-മാരായ ദീപു പിള്ള, രാജേഷ്, ഹരിലാൽ, ASI സതീശൻ, CPO-മാരായ രാകേഷ്, സിബി, അരുൺ ബാബു, വിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഷോർട്ട് സർക്യൂട്ട് മൂലം പച്ചക്കറിക്കട കത്തിനശിച്ച വ്യാപാരിയുടെ കുടുംബത്തിന് സഹായം കൈമാറി. ഇടവട്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സഹായം കൈമാറിയത്. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് കത്തിനശിച്ച പച്ചക്കറിക്കട ഉടമയ്ക്കാണ് സഹായം കൈമാറിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടവട്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സഹായം കൈമാറിയത്. പൊരിക്കലിലെ ദേവൂസ് പച്ചക്കറിക്കടയുടെ ഒരു ഭാഗമാണ് ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കത്തിനശിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് അംഗം സിന്ധു ദിലീപിന്റെ കടയാണ് കത്തിനശിച്ചത്. ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് S രവിശങ്കർ, ജനറൽ സെക്രട്ടറി A ജയകുമാർ, വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സഹായം കൈമാറിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. CITU നേതാവ് V ദിവാകരന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് യോഗം ചേർന്നു. കരുനാഗപ്പള്ളിയിലാണ് അനുശോചന യോഗം നടത്തിയത്. CITU നേതാവ് V ദിവാകരന്റെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് കരുനാഗപ്പള്ളിയിൽ യോഗം ചേർന്നത്. CPM കരുനാഗപ്പള്ളി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി J ഹരിലാൽ അനുശോചന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T മനോഹരൻ, R രവി, S ജയകുമാർ, സൂസൻ കോടി, MS ഷൗക്കത്ത്, S ഹരിലാൽ, PR വസന്തൻ, PK ബാലചന്ദ്രൻ, ഷിഹാബ് S പൈനുമോട്, C രാധാമണി, A അനിരുദ്ധൻ, റസൽ, TR ശ്രീനാഥ്, ക്ലാപ്പന സുരേഷ്, വസന്ത രമേശ്, KG ബിന്ദു, നിജാം ബിഷി, കരിമ്പാലിൽ സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. അപ്രതീക്ഷിതമായിരുന്നു, അവിചാരിതമായിരുന്നു, നമ്മൾ ആരും പ്രതീക്ഷിച്ചതായിരുന്നില്ല. ആ നിലയിൽ അവസാന നിമിഷം വരെ, ജീവിതത്തിന്റെ അന്ത്യം വരെ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിലേക്ക് ആവശ്യമായ തരത്തിലേക്കുള്ള യാത്രയുടെ ഒരു ഭാഗത്ത് വെച്ചാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞ് പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നതാണ്. അപ്പൊ അത്തരത്തിലേക്ക് പൊതുസമൂഹത്തിന് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, നാം ജീവിക്കുന്ന നാട്ടിലെ സാധാരണ ജനവിഭാഗത്തിന് വേണ്ടി അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ ഉന്നതമായ പ്രവർത്തനമാണ് മരണം വരെ കാഴ്ചവെച്ചെന്ന കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രതീകാത്മകമായി കൊലക്കയർ കത്തിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം MLA വ്യാജ പ്രചരണങ്ങളിലൂടെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഓച്ചിറ വയനകം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതീകാത്മക പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം MLA വ്യാജ പ്രചരണങ്ങളിലൂടെ CPM അധിക്ഷേപിക്കുന്നെന്ന് ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് ഓച്ചിറ വയനകം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതീകാത്മക പ്രതിഷേധം സംഘടിപ്പിച്ചത്. കൊലക്കയർ കത്തിച്ചായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷഹനാസ് A സലാം ഉദ്ഘാടനം ചെയ്തു. ബിച്ചു പാലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. KV വിഷ്ണുദേവ, കല്ലൂർ വിഷ്ണു, മുബാറക് A ആസാദ,
ഷാജിർ ഷാ, അമീൻ, ജുനൈദ്, ഗൗതം, ബിലാൽ, ഖാലിദ്, അൻസിൽ, ദീപു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. അമ്മയോട് പിണങ്ങി +1 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അഞ്ചൽ ആർച്ചിൽ ഋതു ഭവനിൽ രാജേന്ദ്രൻ രമ്യ ദമ്പതികളുടെ മകൻ ഋതു രാജേന്ദ്രനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മയോട് പിണങ്ങിയാണ് +1 വിദ്യാർത്ഥി ഋതു രാജേന്ദ്രൻ ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് സഹോദരങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഋതു മുറി തുറന്നില്ല. ഇതോടെ ബന്ധുക്കളുടെ സഹായത്താൽ കതക് ചവിട്ടിപ്പൊളിച്ചു നോക്കിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ അഞ്ചൽ ആർച്ചൽ ഋതു ഭവനിൽ രാജേന്ദ്രൻ രമ്യ ദമ്പതികളുടെ മകൻ 17-കാരനായ ഋതു രാജേന്ദ്രനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. അഞ്ചൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ അമ്മയുമായുള്ള പിണക്കമാണ് മരണകാരണമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് ഋതു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ലഹരി വിപത്തിനെതിരെ വിദ്യാർത്ഥികളെ അണിനിരത്തണമെന്ന് മന്ത്രി KN ബാലഗോപാൽ. വിവിധ സ്കൂളുകളിൽ ലൈബ്രറി ശാക്തീകരണം, പുസ്തക വിതരണം, അവാർഡ് ദാന ചടങ്ങുകളുടെ ഉദ്ഘാടനം എന്നിവ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രക്ഷകർത്താക്കളുടെയും അധ്യാപക സമൂഹത്തിന്റെയും നിതാന്ത ജാഗ്രത ലഹരി വിപത്തിൽ നിന്ന് കുട്ടികളെ അകറ്റാൻ പര്യാപ്തമാകുമെന്നും മന്ത്രി പറഞ്ഞു. രക്ഷകർത്താക്കളുടെയും അധ്യാപക സമൂഹത്തിന്റെയും നിതാന്ത ജാഗ്രത ലഹരി വിപത്തിൽ നിന്ന് കുട്ടികളെ അകറ്റാൻ പര്യാപ്തമാകും. വായനയും കായികാഭ്യാസവും സഹായ ഘടകങ്ങളാണ്. സ്കൂൾ ലൈബ്രറികൾ വിപുലീകരിക്കാൻ വിവിധ പദ്ധതികൾ നടപ്പാക്കി. വ്യക്തികൾ മുഖേനയും പുസ്തകങ്ങൾ ശേഖരിച്ചു. ദൈനംദിന വാർത്തകൾ വായനയിലൂടെ അറിയാൻ കുട്ടികൾക്ക് കഴിയണം. ശാരീരികാരോഗ്യം മെച്ചപ്പെടുത്താൻ മികച്ച സ്റ്റേഡിയങ്ങളും കായിക പരിശീലനത്തിന് മെച്ചപ്പെട്ട സൗകര്യങ്ങളും സർക്കാർ ഒരുക്കുകയാണ്. പരിപാലന ചുമതല അതത് പഞ്ചായത്തുകൾക്കാണെന്നും KN ബാലഗോപാൽ വ്യക്തമാക്കി. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധ്യാപകർ ശ്രദ്ധിക്കണം. പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ സുരക്ഷാ ഓഡിറ്റ് യോഗങ്ങൾ നടത്തണം. സ്കൂൾ പരിസരത്തുള്ള താഴ്ന്ന വൈദ്യുതി ലൈനുകൾ വൈദ്യുതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. മറ്റ് അപകട സാധ്യതകൾ ഇല്ലാതാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. റോഡ് മുറിച്ചു കിടക്കുന്നത് ഇപ്പൊ ഈ സ്കൂൾ തന്നെ വളരെ വേഗത്തിൽ വണ്ടി വരുന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പൊ അവിടെ ഒരു ശ്രദ്ധ വേണം. കുട്ടികള് അപ്പുറത്താണെങ്കിൽ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂളുണ്ട്, ഇവിടെ ഈ സ്കൂളും +2 എല്ലാം ഉണ്ട്, അല്ല ഉയർന്ന കുട്ടികളുണ്ട്. അപ്പൊ അവിടെ എല്ലാം ക്രോസിംഗ് ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ ശ്രദ്ധിക്കുന്നതിനേക്കാളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ നമ്മളെ കാണിക്കുന്നത്. അതിന് കുട്ടികളുടെ തന്നെ വാളണ്ടിയർമാർ വേണം, അധ്യാപകർ വാളണ്ടിയർമാരുണ്ട്. അധ്യാപകർ സാധാരണ എല്ലാ സ്ഥലത്തും രാവിലെ ഒരു ഈ പറഞ്ഞ കുട്ടികളുടെ പ്രവർത്തനങ്ങളും കുട്ടികളും അല്ലെങ്കിൽ അധ്യാപകരായാലും അതിന് സുരക്ഷ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ട് എല്ലാ സ്ഥലത്തും. ഓടനാവട്ടം KRGPM VHSS HSS സ്കൂളുകളിലെ PTA പ്രസിഡന്റ് വിനോദ് S, ഉമ്മന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ചെല്ലപ്പൻ, വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R പ്രശാന്ത്, കരിപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SS സുവിത, പഞ്ചായത്ത് അംഗങ്ങൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. വിദ്യാർത്ഥികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം. ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റിൽ. സ്കൂളിന്റെ മതിൽ ചാടിക്കടന്നാണ് ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തിയത്. പുനലൂരിലാണ് സംഭവം. കൊല്ലം പുനലൂരിൽ സ്കൂൾ പ്രവർത്തന സമയത്ത് കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ചു കയറി വിദ്യാർത്ഥികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയയാളെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂർ ഇളമ്പൽ ശ്രീകൃഷ്ണവിലാസത്തിൽ 39 വയസ്സുള്ള ശിവപ്രസാദാണ് അറസ്റ്റിലായത്. നിലവിൽ പുനലൂരിൽ ഓട്ടോറിക്ഷ ഓടിച്ചു വരുന്ന പ്രതി പുനലൂർ മാത്ര തിരുവഴിമുക്കിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. പുനലൂർ ചെമ്മന്തൂർ ഹൈസ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ഇടവേളയിൽ വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രതി സ്കൂളിന്റെ മതിലും ഗേറ്റും ചാടി അനധികൃതമായി അകത്ത് കടക്കുകയായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് നേരെ പ്രതി ധരിച്ചിരുന്ന വസ്ത്രം ഊരിമാറ്റി നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു. പ്രതിയുടെ ദൃശ്യങ്ങൾ അധ്യാപകർ ഫോണിൽ പകർത്തുകയും സ്കൂൾ വിദ്യാർത്ഥിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ പിടികൂടുകയുമായിരുന്നു. പ്രതിക്കെതിരെ മുമ്പ് ബുദ്ധിമാന്ദ്യമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ അവകാശ സംരക്ഷണ സമരം നടത്തി. തെന്മല ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു സമരം. ഡ്യൂട്ടി റെസ്റ്റ് ഉത്തരവ് പുനഃസ്ഥാപിക്കുക, SFO തസ്തികകൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അവകാശ സംരക്ഷണ സമരം.
ലോകത്തെല്ലാ രാജ്യത്തും 8 മണിക്കൂർ ഡ്യൂട്ടി മതി. ലോകത്തെല്ലാ തൊഴിലാളിക്കും ഉണ്ടൊരു ജോലി സമയക്രമം. തെന്മല ഡിവോഷണൽ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലാണ് വനപാലകർ അവകാശ സംരക്ഷണ സമരം നടത്തിയത്. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ഡ്യൂട്ടി റെസ്റ്റ് ഉത്തരവ് പുനഃസ്ഥാപിക്കുക, നഷ്ടപ്പെട്ട 20 SFO തസ്തികകൾ പുനഃസ്ഥാപിക്കുക, തടസ്സപ്പെട്ട BFO പ്രൊമോഷൻ പുനരാരംഭിക്കുക, വാച്ചർ തസ്തികയുടെ പേര് കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. മുൻപുണ്ടായിരുന്നതിനേക്കാളും വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകുകയും വനയോര മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഡ്യൂട്ടി ക്ലിപ്തതയില്ലാത്തത് സാരമായി ബാധിച്ചതായി സമരം ചൂണ്ടിക്കാട്ടി. ജോലിയിലെ സമയക്രമം ഇല്ലായ്മയും രാത്രിയും പകലും വന്യമൃഗങ്ങൾക്കൊപ്പം വനാതിർത്തികളിൽ ഉറക്കമില്ലാതെ ജോലി ചെയ്യേണ്ട സാഹചര്യം ജീവനക്കാരുടെ ശാരീരിക ക്ഷമതയെ പോലും ബാധിച്ചതായി യോഗം വിലയിരുത്തി. കുറെ കാലങ്ങളായി ജീവനക്കാരുടെ പ്രൊമോഷൻ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. പ്രൊമോഷൻ നടപടികൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയർന്നു. ഡിപ്പോ ജംഗ്ഷനിൽ നിന്നും തെന്മല ടൗൺ ചുറ്റിയെത്തിയ പ്രകടനം DF ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്നു ചേർന്ന സമ്മേളനം കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ഫോറസ്റ്റ് വാട്ടർ മുതൽ ഡെപ്യൂട്ടി വരെയുള്ള ജീവനക്കാര് അഹോരാത്രം പണിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ 1/3 ഭാഗം വനമാണ്. ആ വനമേഖലയില് 1 ഇഞ്ച് പോലും കുറവുണ്ടാകാതെ അതിൽ വർധനവ് വരുത്തിക്കൊണ്ടാണ് കേരളത്തിലെ വനസംരക്ഷണ വിഭാഗം ജീവനക്കാർ മുന്നോട്ട് പോകുന്നത്, അവരുടെ ജോലി നടത്തിക്കൊണ്ടു പോകുന്നത്. അത് സ്വന്തം ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് അത്തരത്തിൽ വനസംരക്ഷണ പ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 41 ജീവനക്കാരാണ് വനസംരക്ഷണത്തിനിടയിൽ ജീവൻ ഭോഗിക്കേണ്ടി വന്നിട്ടുള്ളത്. അവരുടെ കുടുംബങ്ങൾ അനാഥമായി പോയിരുന്നു. ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷാജൻ തമ്പി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MN ലാൽ, NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പ്രദീപ, NGO യൂണിയൻ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ബിജു MS, ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷൻ ദക്ഷിണമേഖലാ സെക്രട്ടറി RC അരുൺ, KFPSA സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ R സജീവ, PS ബിനു, R ബിനിൽ, വിഷ്ണു വിജയൻ, ജില്ലാ ട്രഷറർ NK അനൂപ് എന്നിവർ പങ്കെടുത്തു. പേര് കാലാനുസൃതമായി പരിഷ്കരിക്കുക. ന്യൂസ് ബ്യൂറോ തെന്മല. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പുനലൂരിൽ ദേശീയപാത ഉപരോധിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധ സമരം. സമരം ചെയ്ത പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ പുനലൂർ ബ്ലോക്ക് കമ്മിറ്റി ദേശീയപാത ഉപരോധിച്ചത്. പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്നീ കന്യാസ്ത്രീകളെ മതപരിവർത്തനത്തിനായി പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോകുന്നു എന്നാരോപിച്ചാണ് ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. രാജ്യത്താകമാനം ശക്തമായ പ്രതിഷേധം അറസ്റ്റിൽ ഉയർന്നു വന്നതിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ റോഡ് ഉപരോധിച്ചത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഷാഗിൻ കുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് S. ശ്യാം ഉപരോധം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് മനുസ്മൃതി നടപ്പിലാക്കി ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. RSSന്റെ ചട്ടുകമായി, RSSന്റെ രാഷ്ട്രീയ ആയുധമായി, ഒരു പൊളിറ്റിക്കൽ ടൂളായി ഈ രാജ്യത്തെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ കഴിയുന്ന ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും മുസ്ലിം വിഭാഗക്കാരെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം തമ്മിൽ തല്ലിച്ച് ഈ രാജ്യത്ത് നിന്നും അവരെയെല്ലാം കൊലപ്പെടുത്തി ഇവിടെ 4 വർണ്ണങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചാതുർവർണ്ണ വ്യവസ്ഥിതി കൊണ്ടുവരണമെന്നാണ് RSS പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും RSSന്റെ ആ ഭീഷണിക്ക് മുമ്പിൽ, BJPയുടെ ആ ഭീഷണിക്ക് മുമ്പിൽ ഒരു തരിമ്പ് പോലും മുട്ടുമടക്കുവാനോ നട്ടല് വളയ്ക്കുവാനോ കേരളത്തിലെ, ഇന്ത്യയിലെ പൊരുതുന്ന പുരോഗമന യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐക്ക് കഴിയില്ല. ഈ ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുള്ള സംഭവത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ രാജ്യത്തെമ്പാടും ഉയർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജോയിന്റ് സെക്രട്ടറി സുജിൻ സുന്ദരൻ, വൈസ് പ്രസിഡന്റ് രതീഷ് വട്ടവിള, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അരുൺ രമേശൻ, വിവേകാനന്ദ, രാജൻ ആരോമൽ, അജിത്ത് തോളിക്കോട്, ശശികുമാർ, രാജേഷ് നെടുമല എന്നിവർ നേതൃത്വം നൽകി. ന്യൂനപക്ഷങ്ങളും ദളിതരും അടക്കമുള്ള ഈ രാജ്യത്തെ പൗരന്മാർ നേരിടുന്ന
വംശീയമായി തന്നെ ആക്രമിക്കപ്പെടുന്ന സ്ഥിതി ഇത് പുത്തരിയൊന്നുമല്ല. ഉത്തരേന്ത്യയിലാണ് വ്യാപകമായി ഇത്തരം അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്ത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള പൂർണ്ണമായ അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, പൂർണ്ണമായ അവകാശം ഉറപ്പു തരുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടേത്. അങ്ങനെ എല്ലാത്തരം മൗലിക അവകാശങ്ങളെയും ചവിട്ടിമെതിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ ഭരണഘടനയെ തന്നെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയോട് ഈ രാജ്യത്തെ യുവത്വത്തെ പ്രതിനിധീകരിക്കുന്ന സംഘടന എന്നുള്ള നിലയിൽ ഡിവൈഎഫ്ഐക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്ത്യയിലെ പൊരുതുന്ന യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ അവസാന ശ്വാസം വരെ ഈ രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കുന്നതിന്, ഈ രാജ്യത്തെ എല്ലാത്തരം പൗരന്മാരുടെയും പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്, ഈ രാജ്യത്തെ പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ എപ്പോഴും മുന്നണി പോരാളികളായി മുന്നിലുണ്ടാകും. സമരം തുടർന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അറസ്റ്റിനെതിരെ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐ ഉയർത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ 110 kV റെയിൽവേ ട്രാക്ഷൻ സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ട്രയൽ റൺ നടത്തി. അടുത്ത മാസം KSEB ഔദ്യോഗിക ഉദ്ഘാടനം നടത്തും. 2023 ഓഗസ്റ്റിലാണ് സബ്സ്റ്റേഷൻ കമ്മീഷൻ ചെയ്തത്. 23 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ 11 kV റെയിൽവേ ട്രാക്ഷൻ സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ട്രയൽ റൺ നടന്നു. അടുത്ത മാസം KSEB ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് നടത്തും. നിർമ്മാണം പൂർത്തിയാക്കിയ സബ്സ്റ്റേഷൻ 2023 ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്തതാണ്. വൈദ്യുതിക്കായി KSEBക്ക് 28 കോടി അടച്ച ശേഷം ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ശേഷമാണ് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചത്. മലയോര ഹൈവേയും ദേശീയപാതയും ഗ്രാമീണ റോഡുകളും ഇതര റോഡുകളും മറികടന്നു പോകുന്ന കേബിൾ ഘടിപ്പിക്കുന്നതിന് ഏറെ സാങ്കേതിക തടസ്സങ്ങളും ഉണ്ടായിരുന്നു. കഴിഞ്ഞയാഴ്ച ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സുരക്ഷാ പരിശോധനയും നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ അതിക്രമം, 2 പേർ പിടിയിൽ. ശൂർനാട് തെക്ക് ഇരവിച്ചിറ കിഴക്ക് സ്വദേശി സവാദ്, ആനേടി സ്വദേശി ആദിത്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പുനലൂരിൽ ദേശീയപാത ഉപരോധിച്ചു. സമരം ചെയ്ത പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തെന്മല ഇടമണ്ണിൽ പലചരക്ക് കടയിൽ മോഷണം, പണവും കുരുമുളകും കൊട്ടപ്പാക്കും കവർന്നു. സംഭവത്തിൽ 4 പേരെ പോലീസ് പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.